ഹല്ലേലൂയ 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 ഉടമ്പടി നിബന്ധനകൾ ദൈവസ്നേഹത്തോടെ പാലിക്കുവാനുള്ള വലിയ അഭിഷേകം ഈ ആരാധനയിലൂടെ ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എഴുന്നേൽക്കുക. ദൈവാത്മാവിനാൽ നയിക്കപ്പെടുന്നവര് ദൈവത്തിൻ്റെ മക്കളാണ്. നമ്മൾ ഉടമ്പടിയിലായിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം ദൈവത്തിൻ്റെ മക്കളെന്ന പദവിയിൽ തുടരുകയാണ്. ഉടമ്പടി എനിക്ക് എന്ത് നൽകിയെന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞതാണ്, ദൈവതിരുസനെ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. ഭൗതികമായ നേട്ടങ്ങളിലൂടെ എന്നെ സഹായിച്ചു എന്നല്ല പറയണത്. അപ്പം ദൈവമാണ് ഉടമ്പടിയുടെ ലക്ഷ്യം. ദൈവതിരുസന്നിധിയിൽ ധൈര്യത്തോടെ കണ്ണുകൾ ഉയർത്തി നിൽക്കുവാൻ ഉടമ്പടി എന്നെ സഹായിച്ചു. പുതിയ കാലത്തെ പ്രാർത്ഥനാ ജീവിതമാണ് ഉടമ്പടി. ഇത്രയും വലിയ സാക്ഷ്യങ്ങൾ അവിടെ ജീവിതത്തിൽ വരാൻ ഇനിയും കുറേ സാക്ഷ്യങ്ങൾ അവർ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ സമയപരിമിതി ഞാൻ കുറച്ച് എഡിറ്റ് ചെയ്ത് മാറ്റുകയാണ്. അത് തുടരെ എല്ലാ മാസവും ആവർത്തിക്കുന്ന സാക്ഷ്യങ്ങളാണ്. ദൈവം നേരിട്ട് ഏറ്റെടുത്തിട്ടുള്ള ഒരു ജീവിതമാണ്. അതിൻ്റെ കാരണം ദൈവത്തെ അവർ ഏറ്റെടുത്തു എന്നുള്ളതാണ്. എന്തിനാണ് ശ്വസിക്കണത് എന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാനെന്നാണ് മറുപടി. എന്തിനാണ് ശ്വസിക്കണമെന്ന് ചോദിച്ചാൽ ദൈവത്തിന് വേണ്ടി ജീവിക്കാൻ. എല്ലാവർക്കും ഇത് പറ്റത്തില്ലെന്നൊന്നും ഞാൻ പറയത്തില്ല. മനുഷ്യന്മാർ ബോധപൂർവമായ ശ്രമം വന്നാൽ ദൈവം നമ്മളെ സഹായിക്കും. കർത്താവേ, ഓരോ ദിവസവും ഉടമ്പടിയുടെ പുതിയ പുതിയ അനുഭവങ്ങളിലൂടെ ഞങ്ങളെ അങ്ങ് ദൈവാനുഭവത്തിൻ്റെ ശ്രീകോവിലേക്ക് നീ ഞങ്ങളെ കൈപിടിച്ച് ഉയർത്തുകയാണ്. ഓൺലൈനിൽ പ്രാർത്ഥന കൂടുന്നവരും തീർത്ഥാടനത്തിൽ പ്രാർത്ഥന കൂടുന്നവർ, ഉടമ്പടി പ്രാർത്ഥന കൂടുന്നവരെയും നീ സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം നീ പ്രകടമാക്കണമേ. ഈശോ 39 വർഷം അർപ്പിച്ച കൃപാനയുടെ യോഗ്യതയാൽ കൃപാസന അൾത്താരെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ഈ അൾത്താരയിൽ നടന്ന 10,000 ആരാധന ശക്തിയാൽ മാരകരോഗങ്ങൾ, തീരാവേദികൾ, ജീവിത ദുരിതങ്ങൾ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികട ഹല്ലേലൂയ 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 ആരാധനയിലൂടെ വീണ്ടും വീണ്ടും മഹത്വപ്പെടുത്തണമേ. ഹല്ലേലൂയ ഹല്ലേലൂയ മഹത്വം മഹത്വം ആരാധന ഹല്ലേലൂയ. സദയത്തോടെ സുഖമായി എന്നെ
കർത്താവേ, അനേകം മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ കർത്താവേ, നാട് വിട്ടു പോകുന്ന കർത്താവേ, അനേകം മക്കൾ ഈ പ്രഭാതത്തിലെ ഇന്നലെ മുതൽ ഇവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഈശോയെ, ഈ ആരാധന ഇന്നത്തെ ശുശ്രൂഷയിലും കൂടുവാൻ കർത്താവേ, നാട് വിട്ടു പോന്ന് അങ്ങയുടെ തിരുസന്നിധി നിൽക്കുന്നവരുണ്ട്. വെളുപ്പിനെ എഴുന്നേറ്റ് ധൃതി പിടിച്ച് അങ്ങയുടെ തിരുസന്നിധിയിൽ പരക്കം പാഞ്ഞെത്തിയവരുണ്ട്. ഈ ആരാധന കൂടുന്നവർ, ഓൺലൈനിൽ കൂടുന്നവരുണ്ട്. അവരെല്ലാവരെയും നിൻ്റെ തിരുസന്നിധിയിൽ കൊണ്ടുവരുന്ന ഈശോയെ, ഉടമ്പടി വച്ചിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ഈ ആഴ്ച, ഈ മാസം വെച്ചിട്ടുള്ളത്, കഴിഞ്ഞ മാസം വെച്ചത്, കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ മാസം വെച്ച നിയോഗങ്ങൾ, അതിന് മുമ്പ് വെച്ച നിയോഗങ്ങളെല്ലാം ഇപ്പോഴ് പരിശുദ്ധ ദേവമാതാവിൻ്റെ തിരുസന്നിധിയിലേക്ക് പുനഃസമർപ്പണം ചെയ്തുകൊണ്ട് എല്ലാ മേഖലകളിൽ വേദനിക്കുന്ന മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കാരുണ്യം, മാരക രോഗങ്ങൾ, തീരാവേദികളും, ജീവിത ദുരിതങ്ങളും, സാമ്പത്തിക കെടുതികളും, ജപ്തി നടപടികളും, വസ്തുവിൻ്റെ ക്രയവിക്രയങ്ങളും, ഇങ്ങനെ വിദ്യാഭ്യാസത്തിൻ്റെ അഡ്മിഷനും, അതുപോലെ തന്നെ പരീക്ഷകളും, ഇൻ്റർവ്യൂവിൻ്റെ ഫലങ്ങളും, ഇങ്ങനെ ജോലി തടസ്സങ്ങളും, വിസയുടെ പ്രോസസ്സിങ്, അതുപോലെ ഉണ്ടായ തടസ്സങ്ങൾ, ഇങ്ങനെ മനുഷ്യനെ നിൽക്കുന്ന നാനാജാതി വിഷമതകളിൽ നിന്ന് യേശുവിൻ്റെ ഉന്നതമായ നാമത്തെ മറിയത്തിൻ്റെ മധ്യസ്ഥത നിങ്ങൾ വിടുതൽ പ്രാപിക്കട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, ഗർഭിണികളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന ഈശോയെ, ഗർഭാവസ്ഥയിൽ കുഞ്ഞുങ്ങൾക്ക് കുഴപ്പങ്ങളുള്ളവർ, മാതാപിതാക്കന്മാർ ആധിപതിക്കുന്നവർ, അമ്മമാർ രാത്രിയും കണ്ണുനീരോടെ കിടക്കുന്നവരെ അവിടെ വയറിലങ്ങ് സ്പർശിക്കണമേ. അടിപ്പിണർ പോലെ പൈതാക്കാലം ദൈവികമായ ശക്തി ആ ഗർഭിണികളെ സ്പർശിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, സഭയിലുള്ള സാന്നിധ്യം പ്രകടമാക്കണമേ. 39 വർഷം ഞാൻ അർപ്പിച്ച കൃപാന്റെ യോഗ്യതയാൽ അങ്ങയുടെ മക്കൾ വാസാൽത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധയുടെ മാധ്യസ്ഥതയിൽ അങ്ങയുടെ അവകാശം ഓഹരിയ മക്കളുടെ മേലെ അങ്ങയുടെ കാരുണ്യം ചൊരിയണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ജോലിയില്ലാത്തവർ, കടകമ്പോളങ്ങൾ നടത്തിക്കൊണ്ട് കർത്താവ് കച്ചവടമില്ലാതെ വിഷമിക്കുന്നവർ, ജോലിയില്ലാത്ത കർത്താവ് വേണ്ടത്ര വരുമാനം കിട്ടാത്ത മത്സ്യത്തൊഴിലാളികൾ, കർഷക തൊഴിലാളികൾ, ആ മേഖല വീട്ട് മൃഗങ്ങളെയും അതുപോലെ തന്നെ ജീവികളെയും വളർത്തിക്കൊണ്ട് നിസ്സാര വരുമാനത്തിൽ ജീവിക്കുന്നവർ, അവരെല്ലാം അതിൽ രോഗികളായിട്ടുള്ളവർ, ഇങ്ങനെ വീടില്ലാത്തവർ, വീട്ടിലേക്ക് വഴിയില്ലാത്തവർ, വെള്ളം കയറി കിടക്കുന്നവർ, പൊറുക്കാൻ പറ്റാത്തവർ, കൊതുകിൻ്റെ കടികൊണ്ട് എല്ലാ സമയത്തും വിഷമം അനുഭവിക്കുന്ന പാവപ്പെട്ട മനുഷ്യരുടെ മേൽ കർത്താവിൻ്റെ കാരുണ്യം ചൊരിയണമേ. അവർക്ക് പുതിയ ജീവിതം നൽകണമേ. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തി ഇറങ്ങട്ടെ. ശ്രുതികട്ടെ. ഹല്ലേലൂയ. കർത്താവെ, പഠിക്കാനുള്ള കുഞ്ഞുങ്ങൾ, കർത്താവെ, പഠിക്കുന്നതിന് ഇപ്പോഴും അഡ്മിഷൻ കിട്ടാത്ത മക്കളുണ്ട്. ഇപ്പോഴും അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മക്കളുടെ അഡ്മിഷന് വേണ്ടി വേദനിക്കുന്ന മാതാപിതാക്കന്മാരുണ്ട്. കർത്താവ്, വിസ പ്രോസസ്സ് ചെയ്ത് കിട്ടാത്തവരുണ്ട് ഈശോയെ. വിസ കർത്താവ് പുതുക്കി കിട്ടാത്തവരുണ്ട് ഈശോയെ. അങ്ങനെ ഓരോരോ തരത്തിലുള്ള ഓവർസീസിൽ വർക്ക് ചെയ്യുന്നവരും പഠിക്കുന്നവരും കുഞ്ഞുങ്ങളുടെ വിഷമതകൾ
തിരുസന്നിധി സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കണം. ഈശോയെ, വസ്തു ജപ്തിയായി പോയവർ, അതുപോലെ ലേലത്തിലായിപ്പോയവർ, കർത്താവെ, ഓരോരോ തരത്തിൽ വേദന അനുഭവിച്ചുകൊണ്ട് വൈവാഹിക തടസ്സമുള്ളവർ, മക്കളില്ലാത്തവർ, ഭവനരഹിതർ, ഇങ്ങനെ ജോലി തടസ്സമുള്ളവർ, ഇങ്ങനെ ഓരോ തരത്തിലും മറ്റുള്ള ഭീഷണിക്കും കള്ളക്കേസ് അകപ്പെട്ടിരിക്കുന്ന ഭർത്താക്കന്മാരെ അകന്ന് താമസിക്കുന്നവർ, ഐക്യപ്പെട്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർ, മക്കളില്ലാത്തവർ, എൻ്റെ കർത്താവിന് ഉന്നതമായ നാമത്തിൽ മാർഗ തടസ്സങ്ങൾ യേശുനാമത്തിൽ മാറിപ്പോകട്ടെ. ശ്രുതികടലേ പ്രിയപ്പെട്ടവരെ, ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന മഹാജപമാല റാലി കർത്താവിൻ്റെ തിരുസന്നിധിയിൽ സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാം. ആ റാലി പങ്കെടുക്കുന്ന എല്ലാവർക്കും ആത്മീയമായ അഭിഷേകവും ദൈവികമായ കൃപയും ആത്മീയ ശക്തികളും സംഭവിക്കാൻ വേണ്ടി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. അനുകൂലമായ കാലാവസ്ഥകൾ, ആ ദിവസങ്ങളിൽ അനുകൂലമായ കാലാവസ്ഥകൾ ദൈവം നൽകുന്നതിന് വേണ്ടിയും അപകടങ്ങളൊന്നുമില്ലാതെ ഒരു കുഞ്ഞിനെ പോലും ചെറിയ പരിക്ക് പോലും ഏൽക്കാതെ അത് പരിപൂർണമായ ദൈവകൃപയിൽ അവസാനിക്കാനും പര്യവസാനിക്കാൻ വേണ്ടി ഇപ്പോൾ പ്രാർത്ഥിക്കട്ടെ. ശ്രുതികട ഹല്ലേലൂയ. ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒക്ടോബർ മാസം 25-ാം തീയതി നടക്കുന്ന ജപമാല കൃപാസനം ജപമാല റാലിയോട് അനുബന്ധിച്ച് പല രാജ്യങ്ങളിലും ഉള്ള കൃപാസനം കൂട്ടായ്മകൾ, അതുപോലെ തന്നെ ധ്യാന കേന്ദ്രങ്ങൾ ഒക്കെ ജപമാല റാലി നടത്തുന്നുണ്ട്. ചിലർ 25-ാം തീയതി തന്നെ നടത്തുന്നത്, ചിലർക്ക് അമേരിക്കയിലേക്ക് നേരത്തെയാണ് നടത്തുന്നത്. ഇപ്പോൾ ഓരോ രാജ്യങ്ങളിലുമുള്ള കൃപാസനം അഖണ്ഡ ജപമാല റാലികളെ, അത് സംഘടിപ്പിക്കുന്നവരെ, അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരെ, അത് പങ്കെടുക്കുന്നവരെ, അവരുടെ വീഡിയോ എല്ലാം അച്ഛന് അയച്ചു തരുന്നുണ്ടവരെ കൂടുതൽ തെളിമയുള്ള നല്ല ശുശ്രൂഷകൾ നടത്തി ആ സ്ഥലങ്ങളിൽ ലോകം ഭൂമിയെ മുഴുവൻ ജപമാല കൊണ്ട് ശക്തിപ്പെടുത്തുകയും ഭൂമിയെ മുഴുവനും പ്രപഞ്ചശക്തിയുടെ മാതാവായ മധ്യസ്ഥയായ പരിശുദ്ധ മറിയത്തിന് ഭൂമിയെ മുഴുവൻ ഏൽപ്പിക്കുന്നത് കൊണ്ടാണ് കൃപാസനം ഭൂമി മുഴുവനും വിവിധ രാജ്യങ്ങളിൽ ജപമാല നടത്തുന്നത്. അങ്ങനെ ജപമാല നടത്തുന്ന എല്ലാവരെയും, ആ ജപമാല നടത്തിക്കൊണ്ട് എന്നെ സംഘടിപ്പിക്കുന്നവരെയും അതുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരും പങ്കെടുക്കുന്നവരെയും പരിശുദ്ധയുടെ നീല മേലങ്കയിൽ സമർപ്പിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവ് നിറവിനായി സ്തുതിക്കട്ടെ. ഹല്ലേലൂയ. ഫ്രാൻസിലും റോമിലും അതുപോലെ തന്നെ അമേരിക്കയിലും കാനഡയിലും ഒക്കെ നടത്തിയുള്ള ജപമാല റാലിയുടെ ഈ ദിവസങ്ങളിൽ നടത്തിയ ജപമാല റാലിയുടെ ഫോട്ടോ അച്ഛനെ അയച്ചു തന്നിട്ടുണ്ട്. അവരെല്ലാം ഞാൻ ഈ സമയത്ത് ഈ ആരാധന ഓർക്കുകയും ആ നടത്തി കഴിഞ്ഞവരെയും ഈ സമയത്തെല്ലാം നന്ദിയോട് അനുസ്മരിക്കുകയും അവരെ ഈശോയുടെ നാമത്തെ അനുഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ശ്രുതിക്കട്ടെ. ഹല്ലേലൂയ. വ്യക്തിപരമായ ആവശ്യങ്ങൾക്ക് മൗനമായി പ്രാർത്ഥിക്കേണ്ട സമയമാണ്. മുട്ടേ നിൽക്കുക. സമാപനാശീർവാദം.
ശിരസ് നമിച്ച് നമുക്ക് ദിവ്യകാരുണ്യനാഥന്റെ ആശീർവാദം സ്വീകരിക്കാം. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യമേ, എന്നും അങ്ങേക്ക് ആരാധന. ആവേ ആവേ മരിയ, ആവേ ആവേ ആവേ